ഹലോ, വെൽക്കം ടു പെപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള MCQ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ പഠിച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് വന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത് അല്ലേ. അവിടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റായിട്ടും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുമാണ് എന്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ വെർട്ടിക്കൽ അനാലിസിസും ഹൊറിസോണ്ടൽ അനാലിസിസും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, റേഷ്യോ അനാലിസിസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള UGC NTA ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ കൂടെ നിങ്ങൾ അതിൻ്റെ കണ്ടൻറ്റും കൂടി ഒന്നും കൂടി തറവാക്കാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. In fund flow statement, which one of the following is not valid statement? Not valid. നമ്മൾ എങ്ങനെ കാണുമ്പോൾ ഈ നോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം എപ്പോഴും. കാരണം നമുക്കത് പിന്നെ നമ്മളത് വായിക്കുമ്പോൾ പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണേ. നോക്കാം, എന്താണ് ഫസ്റ്റത്തെ ഓപ്ഷൻ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ടോട്ടൽ സോഴ്സ് ആൻഡ് ദെയർ യൂസേഴ്സ് ഇൻ എ ഇയർ. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ടോട്ടൽ സോഴ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ എ ഇയർ എന്നാണ്. ഇനി രണ്ടാമത്തെ ബി, ഓപ്ഷൻ ബി, ഡിവിഡൻഡ് റിസീവ്ഡ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ്സ് പ്രിപ്പറേഷൻ ഈസ് അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്. ഡിസ്ക്രിഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ വായിച്ചല്ലോ. ഇനി ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എന്താണ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? അപ്പോൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യൂ, ഏതായിരിക്കും ഇതിൻ്റെ ഒരു ആൻസർ എന്ന് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യൂ. ഓക്കെ, മാർക്ക് ചെയ്തതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഫണ്ട് ഫ്ലോ എന്ന് മനസ്സിലാക്കാം. വാട്ട് യു മീൻ ബൈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ അനാലിസിസും ഉണ്ട്. അതിൽ വരുന്ന വെർട്ടിക്കൽ അനാലിസിസിൽ വരുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്? എന്തിനാ? ഫോർ വാട്ട് വി ആർ പ്രിപ്പയറിംഗ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്തിനാണ്? ഇൻഫ്ലോ ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് ദ ഫണ്ട് ഇൻ എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏതൊക്കെ രീതിയിലുള്ള ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ് വന്നിട്ടുള്ളത്, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഫണ്ട് ആൻഡ് ആൾസോ ആ സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഓഫ് ദ ഫണ്ട്. ഇതാണ് നമ്മൾ എന്താക്കുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ എവിടെ നിന്ന് ഫണ്ട് വന്നു, അത് എങ്ങനെ യൂസ് ചെയ്തു എന്ന് നോക്കുന്നതാണ് എന്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സമ്മറൈസിങ് അല്ലേ. എന്താ അക്കൗണ്ടിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ നമ്മൾ പഠിച്ചില്ലേ. സമ്മറൈസിങ് significant financial changes in item of financial position. ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തുന്ന ഏതെങ്കിലും ഒരു ഐറ്റം വിച്ച് ഹാവ് ഒക്കേർഡ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ്, രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ ഇടയിൽ എന്തൊക്കെ തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഐറ്റം ഏതെങ്കിലും ചേഞ്ച് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സസ് വന്നിട്ടുണ്ടോ, അത് ഇൻഫ്ലോ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഔട്ട്ഫ്ലോ ചെയ്തത്, ആ ഒരു ഫണ്ട് എങ്ങനെയാണ് ഔട്ട്ഫ്ലോ ചെയ്തത്, അല്ലെങ്കിൽ ആ ഫണ്ട് എങ്ങനെയാണ് എന്ത് ചെയ്തത് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. ദ സോഴ്സ് ഫ്രം വിച്ച് ഫണ്ട്സ് വർ ഒബ്റ്റെയിൻ ആൻഡ് ഹൗ ദിസ് ഫണ്ട് വർ യൂസ്ഡ് ഇൻ ഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇറ്റ് ഈസ് എ പ്രിപ്പയർഡ് ടു നോ ദ ടോട്ടൽ സോഴ്സ് ആൻഡ് ദയർ യൂസേഴ്സ് ഇൻ എ ഇയർ. നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ബേസ് ചെയ്തിട്ട് തന്നെയാണ് അല്ലേ പ്രിപ്പയർ. എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? വാട്ട് ആർ ദ ടോട്ടൽ സോഴ്സ് ഓഫ് ഫണ്ട് കം ടു ദ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ആൾസോ വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, എന്താണ് വന്നിട്ടുള്ളത്, എന്തിന് യൂസ് ചെയ്തു ഒരു പർട്ടിക്കുലർ ഇയറിൽ എന്നാണ്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, അത് ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഡിവിഡൻഡ് റിസീവ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. നമുക്കറിയാം ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഡിവിഡൻഡ് നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഡിവിഡൻഡ് ചിലപ്പോൾ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ട്
തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്, അതും എന്തായിരിക്കാം, ശരിയായിരിക്കാം. ഇനി ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഈസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ് വിവേചനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈസ് പ്രിപ്പറേഷൻ ഈസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ, ഫോർ അനലൈസിങ് ഏത് ബാതിൽ കൂടിയാണ് ഇത് സോഴ്സസ് ഏത്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് ഇൻഫ്ലോ ഓഫ് ഫണ്ട് വന്നിട്ടുള്ളത്, ഏതിൽ നിന്നാണ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് വന്നിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് പറയുമ്പോൾ നമ്മൾ പറയും ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഫിനാൻഷ്യൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാര്യം ശ്രദ്ധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 4 കാര്യം വരുന്നുണ്ട്. ഒന്നാമത് കറന്റ് ലാബിലിറ്റി, കറന്റ് അസറ്റ്, നോൺ കറന്റ് ലാബിലിറ്റി, നോൺ കറന്റ് അസറ്റ്. അതിൽ കറന്റ് അസറ്റും കറണ്ട് ലാബിലിറ്റി, കറണ്ട് തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തല്ല, അതൊരു ഫണ്ട് ഫ്ലോ ആണ്, ഇൻഫ്ലോ ആണ്, ഔട്ട്ഫ്ലോ ആണ് നമ്മൾ പറയില്ല. പക്ഷേ ഇനി കറന്റ് അസറ്റും നോൺ കറന്റ് ലാബിലിറ്റി അല്ലെങ്കിൽ കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റും തമ്മിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഫണ്ട് ഫ്ലോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ആ ഒരു സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ കറന്റ് ലാബിലിറ്റിയും നോൺ കറന്റ് ലാബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ കറന്റ് ലാബിലിറ്റിയും നോൺ കറന്റ് ലാബിലിറ്റിയും തമ്മിൽ എന്താണ്, ഒന്ന് കറന്റും ഒന്ന് എന്തായിരിക്കണം, നോൺ കറന്റും ആവുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നടന്നിട്ടുണ്ട് എന്ന് ഇതിൽ പറയാം, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ നടന്നിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷിനാണെങ്കിൽ ക്യാഷ് എന്താണ്, കറന്റ് അസറ്റ് ആണ്. ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്താണ്, നോൺ കറന്റ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ എന്താണ്, നോൺ കറന്റ് ലാബിലിറ്റീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, അതിലെന്ത് സംഭവിക്കും, ക്യാഷ് എന്താണ്, കറന്റ് അസറ്റ്. ഫർണിച്ചർ ഈസ് എ ഫിക്സ്ഡ് അസറ്റ്, ദാറ്റ് ഈസ് നോൺ കറന്റ് അസറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ട് ഫ്ലോ നടക്കുന്നില്ല, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ നടക്കുന്നിടത്താണ് ഏത് വരുന്നത്, ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. എന്നാൽ കറന്റ് ലാബിലിറ്റീസ് ആൻഡ് കറന്റ് അസറ്റ്, അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ് ആൻഡ് നോൺ കറന്റ് ലാബിലിറ്റീസ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, നോ ഫ്ലോ ഓഫ് ഫണ്ട് എന്നാണ് പറയാം. ഇപ്പോൾ ഡെപ്പോസിറ്റ് ക്യാഷിന് ബാങ്കും കറണ്ട് അസറ്റ് ആണ്, അതുപോലെ തന്നെ ക്യാഷും കറണ്ട് അസറ്റ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താവില്ല, അത് ഒരു നമുക്ക് ഫണ്ട് ഫ്ലോ നടന്ന് പറയാൻ പറ്റില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ് നടന്നില്ലെങ്കിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും എന്താണ്, കറണ്ടും തമ്മിലുള്ളത്, അല്ലെങ്കിൽ നോൺ കറണ്ടും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എന്താവില്ല, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടിനാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ആ സോഴ്സ് ഓഫ് ഫണ്ട് ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, അതർവൈസ് കറന്റ് ലാബിലിറ്റീസും നോൺ കറന്റ് അസറ്റ്, അല്ലെങ്കിൽ കറന്റ് ലാബിലിറ്റീസും നോൺ കറന്റ് ലാബിലിറ്റി, അല്ലെങ്കിൽ കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റും, അല്ലെങ്കിൽ കറന്റ് അസറ്റും നോൺ കറന്റ് ലാബിലിറ്റീസും വന്നു കഴിഞ്ഞാൽ എന്ത് പറയും, ഫണ്ട് ഫ്ലോ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്, ഇൻ എ ഫണ്ട് ഫ്ലോ വിച്ച് ഈസ് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് സ്റ്റേറ്റ്മെന്റ്. അല്ലേ, ഏതാ വാലിഡ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തന്നെ അല്ല എന്ത് യൂസ് ചെയ്യുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇന്റേണൽ മാനേജേഴ്സ്, ഇന്റേണൽ ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ അവിടെയുള്ള ഫണ്ട് എങ്ങനെയാണ്, വാട്ട് ആർ ദ സോഴ്സ്, വാട്ട് ആർ ദ ഇൻഫ്ലോ നടന്നിട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്താണ് നടന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് തന്നെയാണോ നിങ്ങളും ഓപ്ഷൻ ഇട്ട് നോക്കുക. ഓക്കെ, എന്ത് ക്ലിയർ ആക്കുക, ഓരോ ഓപ്ഷനും എന്താണെന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫണ്ട് ഫ്ലോ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെഡിയാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. കാണിച്ച ജൂൺ 2022 ആയിരുന്നു. ഡിസംബർ 2022 വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആർ റിലേറ്റഡ് ടു ഫിനാൻസിങ് ആക്ടിവിറ്റീസ്? ഇങ്ങനെ ഫിനാൻസിങ് ആക്ടിവിറ്റീസോ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് ഏതിൽ പെട്ടതാണ് അല്ലേ, എവിടെയാണ് പഠിച്ചത്, ഫണ്ട് ഫ്ലോയിലാണോ പഠിച്ചിട്ടുള്ളത്, ക്യാഷ് ഫ്ലോയിലാണോ? ഇപ്പോൾ ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ട് ആകുമ്പോൾ നിങ്ങൾ അതിലേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഒന്ന് മനസ്സ് പോയി പോകും. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് അതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ.
ഇവിടെ തന്നിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആർ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ്. എന്താണ് ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ്? നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ക്യാഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ബി, ഓപ്ഷൻ ബി, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് എന്ത് ചെയ്തു? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സെയിൽ ഓഫ് മിഷനറി, മിഷനറി അല്ലേ ഫിക്സ്ഡ് അസറ്റ് ആണ്, ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്തു. ദെൻ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഡിബെഞ്ചേഴ്സ് റെഡീം ചെയ്തു. റെഡീം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു അടച്ചിട്ടുണ്ട് ഡിബെഞ്ചേഴ്സ്. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, സെർട്ടൺ ആയിട്ടുള്ള ലോസസുകൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കുന്ന ആ ഒരു കേസാണ് എന്ത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? നിങ്ങളൊന്ന് മാർക്ക് ചെയ്യൂ. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, എ ആൻഡ് ഇ ഓൺലി. ഓപ്ഷൻ ബി, എ ആൻഡ് സി ഓൺലി. ഓപ്ഷൻ സി, എ ബി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ ഡി, എ ബി സി ആൻഡ് ഡി ഓൺലി. ഏതാണെന്ന് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യൂ. ഏതായിരിക്കും വരിക? ഷെയർസ് ഫോർ ഇഷ്യൂഡ് ആണോ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, എന്താണ്? അപ്പോൾ ഏതിലാണ് ഈ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് വരിക? എവിടെയാണ് നമ്മൾ ഈ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് പഠിക്കുക? എവിടെയാ? എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. ഫണ്ട് ഫ്ലോയിലാണോ? ഫണ്ട് ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യും? സോഴ്സും ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതൊക്കെയാണ്. ഇത് ഏതിലാണ് വരുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ്. വാട്ട് യു മീൻ ബൈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് അല്ലേ? ക്യാഷ് എങ്ങനെ എവിടെ നിന്ന് വന്നു, അത് എന്തിന് യൂസ് ചെയ്തു എന്ന് നോക്കുന്നതാണ് എന്ത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ പല രീതിയിൽ പല ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ക്യാഷ് ഫ്ലോ വരുന്നത് അല്ലേ? ഇൻഫ്ലോ ആണ് ഔട്ട്ഫ്ലോ. സപ്പോസ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്, അതുപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഈ 3 ഘട്ടത്തിലായിട്ടാണ് ക്യാഷ് ഫ്ലോ ഒരു ഓർഗനൈസേഷനിൽ നടക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ക്യാഷ് ഫ്ലോ, അതിലെവിടെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി, ആ ഫിനാൻസിങ് ആക്ടിവിറ്റി ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിലേതാണ് വരാത്തത്. ഓക്കെ, ഇൻ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫിനാൻസിങ് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ? ആ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എന്താണ്? ഫ്ലോ ഓഫ് ക്യാഷ് ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്. എങ്ങനെയാണ്? ബിസിനസ്സും ഓണേഴ്സും ക്രെഡിറ്റേഴ്സും ഇവർ തമ്മിലുള്ള ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഫ്ലോനാണ് ഏതിൽ വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത് നോക്കാം. ഇറ്റ് ഫോക്കസ് ഓൺ ഹൗ ദ ബിസിനസ് റേസേഴ്സ് ക്യാപിറ്റൽ ആൻഡ് പേ ബാക്ക് ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ്. എന്ന് ചെയ്യും? എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ ക്യാപിറ്റൽ റേസ് ചെയ്തത് അല്ലേ? അതേപോലെ തന്നെ അതെങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിലേക്ക് ബാക്ക് അവർക്ക് എന്തായിട്ടാണ് നമ്മളത് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ 3 ആളാണ്. എന്തൊക്കെയാണ്? ബിസിനസ്, ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ദെൻ ഇറ്റ് ഫോക്കസ് ഓൺ ഹൗ ദ ബിസിനസ് റേസസ് അല്ലേ? ബിസിനസ് എങ്ങനെ റേസ് ചെയ്തത്, അത് ആൾസോ ഇറ്റ് പേ ബാക്ക് ടു ഇസ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് നമ്മളത് എങ്ങനെയാണ് പേ ബാക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഇഷ്യൂയിങ് ആൻഡ് സെല്ലിംഗ് സ്റ്റോക്ക് അല്ലേ? എന്തൊക്കെയാണ്? ഇഷ്യൂയിങ് ഓഫ് ഷെയർസ് ആയിരിക്കാം, സെല്ലിംഗ് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം. നമ്മൾ ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സെല് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പേയിങ് ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും രീതിയിൽ നമ്മൾ ലോൺ എടുക്കുന്നത്. ഇതൊക്കെ ഇതിൽ വരും? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരും. അപ്പോൾ ഈ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്ന കേസുകൾ. അപ്പോൾ എന്താ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ? എന്തൊക്കെ ക്യാഷ് ഇൻഫ്ലോ, എന്തൊക്കെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ? അപ്പോൾ ക്യാഷ് ഫ്ലോയിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ അതിൻ്റെ ഫോമാറ്റ് പഠിക്കില്ലേ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, അത് കറക്റ്റായിട്ട് പഠിക്കണം. ക്യാഷ് ഇൻഫ്ലോ ഏതാണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ഏതാണ്, അത് ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് പ്രൊസീഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ബേസ് ചെയ്തിട്ടുള്ള ക്യാഷ് പ്രൊസീഡ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ആകുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ് വരിക. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യും? ഷെയർ വാങ്ങുമ്പോൾ. അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, അതുപോലെ തന്നെ എന്ത് ചെയ്യും? ലോങ് ടേം ലോൺസ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഈ ഇഷ്യൂ ഓഫ് ലോങ് ടേം ലോൺസ് ബേസ് ചെയ്തിട്ട് ഷോർട്ട് ടേമും ലോങ് ടേം ആയിട്ടുള്ള ലോൺ ബേസ് ചെയ്താണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ അണ്ടർ ദ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ എന്താ നോക്കാം?
ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അത് അവർക്ക് കൊടുക്കല്ലേ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമ്മളൊരു ടൈം ആകുമ്പോൾ റീപേ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യും. അതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, റീപേയ്മെന്റ് ഓഫ് ലോൺ, നമ്മൾ ലോണ് റീപേ ചെയ്യുമ്പോൾ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, ഫിനാൻഷ്യൽ എന്റർപ്രൈസ് നോൺ ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ഡിവിഡൻഡ് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഏതെങ്കിലും രീതിയിൽ ഡിബഞ്ചർ ഒക്കെ ആണെങ്കിൽ അതിന് 10% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ 10% ഇൻട്രസ്റ്റ് നമ്മൾ ഔട്ട്ഫ്ലോ ആണ് അല്ലേ, ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതൊക്കെ രീതിയിൽ കൂടിയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്ന എന്ത് ഫ്ലോകൾ, അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി വരുന്ന ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ. ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കി നോക്കുക ഏതൊക്കെയാണ് വരുന്നത്. ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് അല്ലേ, ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും എന്ത് വരും, അതും ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. സെയിൽ ഓഫ് മിഷനറി അത് വരുമോ, ഇല്ല. കാരണം എന്താ, അത് മിഷനറി സെയിൽ ചെയ്യാണ്, അപ്പൊ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. പക്ഷെ അത് ഏതിൽ വരില്ല, അത് ഫിനാൻസിങ് ആക്ടിവിറ്റിന്റെ അണ്ടറിൽ വരില്ല. അപ്പൊ ഇത് വരില്ല. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, റീപേ ചെയ്യും. അതും ഏതിൽ വരും, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരും. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അതെന്താണ്, അത് പ്രൊവിഷൻ ആണ്. പ്രൊവിഷൻ അൺസർട്ടൺ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്, എയും ബിയും ഡിയും. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ അല്ലേ. എയും ബി ആൻഡ് ഡി ഓൺലി ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഈ ഒരു വർഷം ഈ ഒരു ടൈമിൽ വന്ന 2020 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ദ ക്യാഷ് ഫ്ലോസ്? നോക്കുക, ഒരു വട്ടം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ചോദിച്ചിട്ടുണ്ട്, 2022 ആയപ്പോൾ അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്നുള്ള മാറ്റേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണത്. അപ്പോൾ എന്താ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത്, ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇൻക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ. എന്ത് ചെയ്യുക, ക്യാഷ് ഇൻഫ്ലോ നടന്നു. എങ്ങനെയാ, ഫിക്സ്ഡ് അസറ്റ് വിറ്റപ്പോൾ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്നുള്ള ഉദ്ദേശം, അത് ഇൻടാഞ്ചിബിൾ ആണെങ്കിലും ടാഞ്ചിബിൾ ആണെങ്കിലും. ദെൻ ക്യാഷ് അഡ്വാൻസ് ആൻഡ് ലോൺ മെയ്ഡ് ടു തേർഡ് പാർട്ടീസിന് എന്ത് ചെയ്തു, ക്യാഷ് അഡ്വാൻസ് ആൻഡ് ലോൺ കിട്ടി. അതർ ദാൻ അഡ്വാൻസ് ആൻഡ് ലോൺസ് മെയ്ഡ് ബൈ ഫിനാൻഷ്യൽ എന്റർപ്രൈസ് അല്ലാത്ത, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അല്ലാത്ത രീതിയിലുള്ള ക്യാഷ് അഡ്വാൻസ് ആൻഡ് ലോൺസ് ഓഫ് തേർഡ് പാർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ സി, ക്യാഷ് റെസിപ്റ്റ് ഫ്രം പ്രീ പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ആൻഡ് ലോൺ മെയ്ഡ് ടു തേർഡ് പാർട്ടി അതർ ദാൻ അഡ്വാൻസ് ആൻഡ് ലോൺ ഓഫ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്. ഇവിടെയും പറയുന്നുണ്ട് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് അല്ലാത്ത ക്യാഷ് റെസിപ്റ്റ് അല്ലെങ്കിൽ റീപേയ്മെന്റ് ഓഫ് അഡ്വാൻസ് എന്നുള്ള രീതിയിൽ. ദെൻ ക്യാഷ് റീപേയ്മെന്റ് ഫോർ എമൗണ്ട് ഓഫ് ബോറോഡ്, നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ, റീപേയ്മെന്റ് ഓഫ് ലോൺ, അതേപോലെയാണ് ക്യാഷ് റീപേയ്മെന്റ് ഓഫ് എമൗണ്ട് ബോറോഡ് എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് പേയ്മെന്റ് ടു സപ്ലയേഴ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ക്യാഷ് കൊടുത്തു. ഓക്കെ, ഇനി ചൂസ് എ കറക്റ്റ് ആൻസർ. ഏതാണ് ഇൻകറക്റ്റ് അല്ല, ഇവിടെ എന്താ ചോദിച്ചത്, കറക്റ്റ് ആണ്. ചില കേസിൽ ഇവിടെ എന്ത് ചെയ്യും, ഇൻകറക്റ്റ് ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക കേട്ടോ. അപ്പൊ ചൂസ് കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഓപ്ഷൻ എ ബി ആൻഡ് സി ഓൺലി. ഓപ്ഷൻ ബി സി ഡി ആൻഡ് ഇ ഓൺലി. ഓപ്ഷൻ സി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ ഡി എ സി ആൻഡ് ഡി ഓൺലി. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യൂ. ഫസ്റ്റ് ഏതാ വരുന്നത് ഒന്ന് മാർക്ക് ചെയ്യൂ. ഏതാ നോക്കി നോക്ക്, മാർക്ക് ചെയ്തോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ളത് നോക്കാം കേട്ടോ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ ദാറ്റ് ഇൻവോൾവ് ലോങ് ടേം അസെറ്റ് ഇൻക്ലൂഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ ഏതാ വരിക, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടേം അസെറ്റ് എന്താണ്, ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒക്കെയാണ് ഏതിന്റെ അണ്ടറിൽ വരുന്നത്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അണ്ടർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. Here long term asset can be include things like building, machinery, equipment, investment in securities ഒക്കെയാണ് ഇതിൽ വരുന്നുണ്ടാവുക, ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇൻഫ്ലോ ആയിട്ടും ഔട്ട്ഫ്ലോ ആയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവെസ്റ്റിംഗിൽ വരുന്നത്. ക്യാഷ് ഇൻഫ്ലോയിൽ വരുന്നത് ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. എന്താണ് ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, സെയിൽ ഓഫ് സെക്യൂരിറ്റി,
സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്യാഷ് കളക്ഷൻ ഫ്രം ലോൺ ഫ്രം ബോറോവേഴ്സ്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ നിന്ന് ക്യാഷ് കളക്ട് ഫ്രം ലോൺ, എവിടെയും ലോൺ കൊടുത്തിട്ടും അവർക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാഷ്, ഇതൊക്കെ എന്താണ്, ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. ഇത് ബേസ് ചെയ്തിട്ടാണ് ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോൺ ആയിട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഫിക്സ്ഡ് അസറ്റ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ സെയിൽ ചെയ്യുകയൊക്കെ അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ എന്താണ്, ക്യാഷ് ഇൻഫ്ലോ ആണ്. അതേപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്തൊക്കെയാണ്, ക്യാഷ് പേയ്മെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, എന്താണ് ക്യാഷ് പേയ്മെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ക്യാഷ് പേയ്മെന്റ് ഫോർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി. അപ്പം പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ലോൺ ഗിവൺ ടു ബോറോവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ക്യാഷ് ഔട്ട്ഫ്ലോ നടക്കും. അപ്പം നമ്മൾ ഓപ്ഷനിൽ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വരിക. നിങ്ങൾ നോക്കി നോക്കുക, ക്യാഷ് റെസിപ്റ്റ് അല്ലേ, ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫിക്സ്ഡ്, നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് ഉള്ള ഡീലിങ്സ്, സെയിൽ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്തെന്നുള്ളതൊക്കെ ഏതിൽ വരും, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും. അപ്പോൾ ഓപ്ഷൻ എ വരുന്നുണ്ട് അല്ലേ. ദെൻ ഓപ്ഷൻ ബി എന്താ, ക്യാഷ് അഡ്വാൻസ് ആൻഡ് ലോൺസ് മെയ്ഡ് ടു തേർഡ് പാർട്ടി അതർ ദാൻ അഡ്വാൻസ് ആൻഡ് ലോൺസ്. അഡ്വാൻസ് ആൻഡ് ലോൺസ് ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ല എന്ന് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് തേർഡ് പാർട്ടീസ് എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ്, അതും ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മൾ കാണുക. ദെൻ ക്യാഷ് റെസിപ്റ്റ് ഫ്രം പ്രീപേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ആൻഡ് ലോൺ മെയ്ഡ് ടു തേർഡ് പാർട്ടി, ഇവിടെയും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്റർപ്രൈസ് അല്ലാത്ത രീതിയിലുള്ള അഡ്വാൻസ് ആൻഡ് ലോൺസ് കിട്ടുന്നത്, റീപേ ചെയ്യുന്നത്, അതും ഏതിൻ്റെ അണ്ടറിൽ വരും, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരും. ക്യാഷ് റീപേയ്മെന്റ് ഫോർ എമൗണ്ട് ബോറോഡ്, ഇവിടെ എന്തെങ്കിലും ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എല്ലാം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഏതിൻ്റെ അണ്ടറിലാണ് വരിക, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ക്യാഷ് പേയ്മെന്റ് ടു സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, ഒരു ഓപ്പറേഷണൽ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട് സപ്ലയേഴ്സിന് പർച്ചേസ് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഔട്ട്ഫ്ലോ ചെയ്യണമെങ്കിൽ അത് ഏതിൽ വരും, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരില്ല. അപ്പോൾ ഏതൊക്കെയാ വരിക, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഏതിലാണ് അത് വരുന്നത്, ഓപ്ഷൻ എയിലാണ് പറയുന്നത്, എ, ബി ആൻഡ് സി ഓൺലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോയിലുള്ളത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എന്തുണ്ട്, അത് ബേസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, which one of the four below mention the transaction not a, നോക്ക് transaction is not a non cash transaction എന്നാ പറഞ്ഞത്. ആദ്യം തന്നെ എന്തല്ല, ട്രാൻസാക്ഷൻ ഈസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, നോട്ട് എ എന്നാ പറഞ്ഞത് അല്ലേ, നോട്ട് എ നോൺ ക്യാഷ്. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക, നമുക്ക് ഈസിയാന്ന് തോന്നുന്നു, അവിടെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അത് തെറ്റിക്കൽ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അക്വിസിഷൻ ഓഫ് അസെറ്റ് ബൈ അസ്യൂമിങ് ഡയറക്ട്ലി റിലേറ്റഡ് ലാബിലിറ്റി, ഡയറക്ട്ലി റിലേറ്റഡ് ലാബിലിറ്റീസ് ബേസ് ചെയ്തുള്ള അക്വിസിഷൻ ഓഫ് അസെറ്റ് ബൈ അസ്യൂമിങ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ലാബിലിറ്റീസ്, ഇത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അല്ലയോ ഒന്ന് ആലോചിക്കുക. ദെൻ അതുപോലെ തന്നെ ഓപ്ഷൻ ബി, കൺവേർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ടു ഇക്വിറ്റി, ഡെപ്റ്റ് എന്ത് ചെയ്യുക, ഡിബെഞ്ചേഴ്സിനെ നമ്മൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ, അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ഇൻട്രസ്റ്റ് ആ ബേസ് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്, ക്യാഷ് ഇൻഫ്ലോ കിട്ടുകയാണ്, അത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ആലോചിക്കുക. ദെൻ ഓപ്ഷൻ ഡി, അക്വിസിഷൻ ഓഫ് ആൻ എന്റർപ്രൈസ് ബൈ മീൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്, എന്ത് ചെയ്യുക, ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലേ, എങ്ങനെ അക്വിസിഷൻ ഓഫ് ആൻ എന്റർപ്രൈസ് ബൈ, എങ്ങനെയാണ് ഒരു മീൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസിന് പകരം ഒരു എന്റർപ്രൈസ് നമ്മൾ അക്വിസിഷൻ ചെയ്യുകയാണ്, അത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, ഇസ് നോട്ട് എ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലാത്തതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്, ക്യാഷ് ട്രാൻസാക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഏതായിരിക്കും. ജൂൺ 2023 ഇപ്പം അടുത്ത് നടന്നിട്ടുള്ള ഇതിലാണ് നമ്മളോട് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിലാണ് ഇത് വരുന്നത് നിങ്ങൾ നോക്കിയോ, ക്യാഷ് ട്രാൻസാക്ഷൻ ഏതായിട്ടാണ് വരുന്നത്, അക്വിസിഷൻ ഓഫ് അസെറ്റ് ബൈ അസ്യൂമിങ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ലാബിലിറ്റീസ് ആണോ, കൺവേർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ടു ഇക്വിറ്റി ആണോ, ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ, അതുപോലെ തന്നെ അക്വിസിഷൻ ഓഫ് എന്റർപ്രൈസ് ബൈ മീൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണോ, ഏതാണ് നിങ്ങൾ നോക്കി നോക്ക് ഏതായിരിക്കും. അപ്പോൾ
എന്താണ് noun cash transactions നമുക്ക് ആദ്യം നോക്കാം. എന്താ നോക്കാം ക്യാഷ് ട്രാൻസാക്ഷൻ എന്താ noun cash expense പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല ക്യാഷ് ഇൻഫ്ലോ വരുന്നില്ല അല്ലേ. ദോസ് എക്സ്പെൻസ് ദാറ്റ് ആർ റെക്കോർഡഡ് ഇൻ ദി ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് നോക്കുന്നത്. ബട്ട് ഡു നോട്ട് ഇൻവോൾവ് ദ ആക്ച്വൽ ക്യാഷ്. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും അവിടെ എന്തില്ല, അതിനൊരു ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ നടന്നിട്ടില്ല. അതിനാണ് noun cash transaction എന്ന് പറയുക. എന്തൊക്കെയാണ് അതിനെ ഡിപ്രീസിയേഷൻ. നമ്മൾ ഓരോ വർഷവും എന്താ പറയുക നമ്മൾ ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് എന്ത് ചെയ്യും ഡിപ്രീസിയേഷൻ വരില്ലേ, അതിന് സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഇവിടെ എന്തില്ല, കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. അമോർട്ടൈസേഷൻ ഡിപ്രീസിയേഷൻ പോലെ തന്നെ അത് ടാഞ്ചിബിൾ അസറ്റ് ആണ്, അതുപോലെ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതിനാണ് അമോർട്ടൈസേഷൻ. ഇൻ ഇൻടാഞ്ചിബിൾ അസറ്റ് പേറ്റന്റ് ട്രേഡ് മാർക്ക് അതൊക്കെ ബേസ് ചെയ്താണ് ഇൻടാഞ്ചിബിൾ അസറ്റിന് വരുന്നതാണ് എന്ത് അമോർട്ടൈസേഷൻ എന്ന് പറയാം. ദെൻ അതുപോലെ തന്നെ ഗെയിൻ ആൻഡ് ലോസ് റിയലൈസ് ചെയ്യാത്ത ഗെയിൻ ഓർ ലോസും noun cash ട്രാൻസാക്ഷൻ ആണ്. ഇമ്പയർമെന്റ് ഓഫ് എക്സ്പെൻസ്, അതുപോലെ സ്റ്റോക്ക് ബേസ്ഡ് കോമ്പൻസേഷൻ, സ്റ്റോക്ക് ബേസ്ഡ് കോമ്പൻസേഷൻ കോമ്പൻസേറ്റിംഗ് നമ്മൾ സ്റ്റോക്ക് കൊടുത്തിട്ടാണ്, അവിടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മൾ നടക്കുന്നില്ല. പ്രൊവിഷൻ ഏത് തരത്തിലുള്ള പ്രൊവിഷൻസും എന്തെല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ഡെഫേർഡ് ഇൻകം ടാക്സ് നമ്മൾ ആദ്യം കാണിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ആക്ച്വൽ ആയിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ നടക്കാത്തതാണ് ഡെഫേർഡ് ഇൻകം ടാക്സ്. ഇവിടെയൊക്കെ എന്താണ് noun cash ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ? ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് റിസീവ്ഡ് അല്ലേ, ഡിവിഡൻഡ് റിസീവ് ചെയ്തു, ഡിവിഡൻഡ് നമുക്ക് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ക്യാഷ് ഫ്ലോ നടക്കുന്നുണ്ട് അല്ലേ, ക്യാഷ് ഇൻഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. ബാക്കി വരുന്നത് നിങ്ങൾ നോക്കി നോക്കും. അക്വിസിഷൻ അസറ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ലാബിലിറ്റി ബേസ് ചെയ്ത് അസറ്റ് ആണ് ഇതാക്കുന്നത്, അസറ്റും ലാബിലിറ്റിയാണ്, അവിടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ഇക്വിറ്റി, ഡിബെഞ്ചേഴ്സിനെ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അവിടെയും എന്ത് വരുന്നില്ല, ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ദെൻ ദ അക്വിസിഷൻ ഓഫ് ആൻ എന്റർപ്രൈസ് ബൈ മീൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ബേസ് ചെയ്തിട്ടുള്ള എന്താണ്, അതിന് പകരമായിട്ട് ഒരു എന്റർപ്രൈസ് അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഷെയർസും എന്റർപ്രൈസും തമ്മിലുണ്ട്, അവിടെയും എന്ത് വരുന്നില്ല, ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് വരുന്നില്ല. അപ്പോൾ നോട്ട് എ noun cash ട്രാൻസാക്ഷൻ എന്നുള്ളതിൻ്റെ ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ സി എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഓരോ കോൺസെപ്റ്റുകളും കറക്റ്റായിട്ട് ക്ലാരിറ്റി വരുത്തുക എന്താണെന്ന്. ഓക്കെ, നെക്സ്റ്റ്. Which of the following rules stand true while preparing schedule of changes in working capital? Schedule of changes in working capital നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്താണ് കറണ്ട് ലാബിലിറ്റിയും കറണ്ട് അസറ്റും തമ്മിലുള്ള ഇൻക്രീസും ഡിക്രീസും മനസ്സിലാക്കാനാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചോദിക്കുന്നത്, റൂൾ സ്റ്റാൻഡ് ട്രൂ, ഇതിൽ ഏതാണ് അതിൻ്റെ റൂള്, ഇതിന് റൂളുണ്ട്, ആ റൂളും ഇതും തമ്മിൽ നിന്ന് കമ്പയർ ചെയ്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് നോക്കണം. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ് എന്ത് ചെയ്യാം ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമെന്നാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി എന്താണ്, ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ, ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് ഇവിടുത്തെ ഓപ്ഷൻ. ഇതിൽ ചോദിക്കുന്നത് ഏതാണ് ഇതിൽ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എന്ത് ശരിക്കുള്ള റൂൾസ്, അല്ലെങ്കിൽ എന്താ പറയുക ശരിക്കും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് എന്താണെന്ന് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് ശരി വരുന്നുണ്ട്, ഏതൊക്കെ എന്തുണ്ട് തെറ്റുണ്ട്. ആദ്യം നമ്മൾ ഇത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ് അല്ലേ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി, ഇത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണോ, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, കറക്റ്റായിട്ട് ഈ ഒരു ഫോർമുല എന്നാൽ നമുക്ക് കിട്ടും. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ മുന്നോട്ട്. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് സി ഓൺലി, ഓപ്ഷൻ ബി എ ആൻഡ് ഡി ഓൺലി, സി എന്താണ് ബി ആൻഡ് ഡി ഓൺലി, ഓപ്ഷൻ ഡി എ ബി ആൻഡ് സി ഓൺലി. ഇനി നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഇതിൽ ഏതാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് ആദ്യം ഇത് ബേസ് ചെയ്തിട്ടൊന്ന് അസസ് ചെയ്യുക, എന്നിട്ടൊന്ന് എഴുതി നോക്ക് നിങ്ങൾ ആദ്യം ഫസ്റ്റ്, എന്നാലേ നമുക്കത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ്
ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ എന്താണ് മൂവ്മെന്റ് ഓഫ് ഫണ്ട് ഓർ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഫണ്ടിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നൊരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. ഇറ്റ് കമ്പയർ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫണ്ട് ഡ്യൂറിംഗ് ദ കോൺസേൺ അക്കൗണ്ടിംഗ് പീരിയഡ് ആൻഡ് അനലൈസ് ഹൗ ഇസ് എഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ആ വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷനിൽ അനലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താൽ ഇതാണ് അതിന്റെ കോസ് ഓഫ് ഫണ്ട് ഫ്ലോ. എന്താണത്? ഇൻക്രീസ് അല്ലെ, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരും. അതുപോലെ തന്നെ എന്താണ്? ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഓപ്ഷൻ വരിക? നിങ്ങൾ നോക്കി നോക്കുക. ഓപ്ഷൻ എയും സിയും ആണ് ഇതിന്റെ കറക്റ്റ്. എന്താണ്? ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തന്നെ ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ ഫോർമുല ബേസ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ റൂൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഇതാണ് ഓപ്ഷൻ എ ആണ് എന്താക്കുന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. Which of the following are not assumption of marginal cost? ഇപ്പം നമ്മൾ ഫണ്ട് ഫ്ലോ പറഞ്ഞു, ക്യാഷ് ഫ്ലോ പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? മാർജിനൽ കോസ്റ്റിംഗ്. what do you mean by marginal costing? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് അല്ലെ, അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന കോസ്റ്റിനാണ് എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന്. ഈ മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ പറയുമ്പോൾ അതിന് കുറേ അസംഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താ മാർജിനൽ കോസ്റ്റിംഗിൽ പറയുന്നത്? Which of the following are not assumption ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസംഷൻസ് പഠിച്ചിരിക്കണം. ഇവിടെ എന്താണ്? അതല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. The total cost can be segregated into fixed and variable components. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. Then option B, fixed cost per unit of production remain constant. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ remain constant ആണ് എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സി, വേരിയബിൾ കോസ്റ്റ് remain constant per unit per output. വേരിയബിൾ കോസ്റ്റ് per യൂണിറ്റ് കോൺസ്റ്റന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമൈൻ അൺചേഞ്ച്. സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ വേരിയബിൾ കോസ്റ്റ് ഈസ് വേരിയബിൾ പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? വേരിയബിൾ പെർ യൂണിറ്റ് ആണ് എന്നാണ് എന്തിൽ പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗിന്റെ അസംഷൻസിന്റെ ഓപ്ഷൻസ് ആയിട്ട് തന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് അസംഷൻസ് ഏതാ എന്നല്ല, അസംഷൻസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി, ഓപ്ഷൻ ബി ആൻഡ് ഇ ഓൺലി, ഓപ്ഷൻ സി ആൻഡ് ഡി ഓൺലി, ഓപ്ഷൻ ഡി ബി ആൻഡ് സി ഓൺലി. ഇതിൽ ഏതാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് അഡീഷണൽ യൂണിറ്റ് അല്ലേ? അഡീഷണൽ കോസ്റ്റ് പ്രൊഡ്യൂസിങ്, അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റിനാണ് എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ മാർജിനൽ കോസ്റ്റിൽ ഏതാ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? വേരിയബിൾ കോസ്റ്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ആൻഡ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ബേസ് ഇതാണ്, വേരിയബിൾ കോസ്റ്റ് ആണ് ഇവിടെ നോക്കുന്നത്. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് അതിന്റെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ട് അതിന്റെ കോസ്റ്റ് ഓഫ് ബിഹേവിയർ ആണ് എന്താക്കുന്നത് ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ അസംഷൻസ് വരുന്നത്? സെഗ്രേഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു ദ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. നമ്മൾ അവിടെ പറഞ്ഞു അല്ലേ, സെഗ്രേഷൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്? റിമെയിൻ ചെയ്ത് കോൺസ്റ്റന്റ് ആണ്. അതും ആ ഓപ്ഷനിലുണ്ട്, അപ്പോൾ അതും അതല്ല. ദെൻ ടോട്ടൽ വേരിയബിൾ വേരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വേരി. എന്താണ്? ടോട്ടൽ വേരിയബിൾ എന്ത് ചെയ്യും? വേരി ചെയ്യും എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. അതെന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. സെല്ലിംഗ് പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ്. അതും എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് സെല്ലിംഗ് പ്രൈസ്. അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൺലി ദ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. ഇവിടെ എന്താണ്? കോസ്റ്റിനെ ഏത് മാത്രമാണ്? പ്രൊഡക്ഷൻ എത്രമാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തത് അത് മാത്രമാണ്
എന്താക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൺലി ദ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതാണ് എന്ത് മാർജിനൽ കോസ്റ്റിംഗിന്റെ അസംഷൻസ്. ഇപ്പം ഇതല്ലാത്ത എന്താ വന്നത് നോക്കി നോക്ക് നിങ്ങൾ. ഇവിടെ എന്തൊക്കെയാണ് വന്നത്? ടോട്ടൽ കോസ്റ്റ് സെക്യൂരിറ്റി, അത് നമ്മൾ പറഞ്ഞു. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമൈൻ കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്ഷൻ റിമൈൻ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ വേരിയബിൾ കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് വാരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ. ദെൻ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അതും അതിൽ പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് ഈസ് വേരിയബിൾ പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? വേരിയബിൾ പെർ യൂണിറ്റിൽ വേരിയബിൾ ചെയ്യുന്നതാണ് പറയുന്നത്. എന്താണ് നമ്മൾ പഠിച്ചത്? ടോട്ടൽ വേരിയബിൾ വാരി ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല? പെർ യൂണിറ്റ് വാരി ചെയ്യില്ല എന്നാണ് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഇയും ആണ് എന്താക്കുന്നത് ഇവിടെ ഇതിൻ്റെ അസംഷൻ അല്ലാത്തത് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അസംഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻസ്. അപ്പോൾ അസംഷൻസ് ആദ്യം നല്ലപോലെ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് പോകണം കേട്ടോ. പിന്നെ അതേപോലെ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. Which of the following decision choice are valid in relation to marginal costing? നമ്മൾ പിന്നെ അസംഷൻസ് പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് മാർജിനൽ കോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ എവിടെയൊക്കെയാണ് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബൈ ഓർ മെയ്ഡ് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടി, ഇങ്ങനെ പല ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിങ്ങിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിച്ചത്. ഡിസിഷൻ ചോയ്സ് ആർ വാലിഡ് എന്നാണ്. ഇതിൽ ഏതൊക്കെയാണ് മാർജിനൽ കോസ്റ്റിംഗ് വാലിഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്നാണ്? കോസ്റ്റിംഗ് സ്പെഷ്യൽ ഓർ വൺ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കോസ്റ്റിംഗ് സ്പെഷ്യൽ ഓർ വൺ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഓപ്ഷൻ എ വരുന്നത്. ഓപ്ഷൻ ബി ഡിസൈഡിങ് വെദർ ടു മേക്ക് ഓർ ബൈ ആണോ മേക്ക് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക്ക് ഫോർ ആപ്ലിക്കേഷൻ ഓഫ് മോർ ഓട്ടോമേഷൻ ഇൻ ദ ഇൻഡസ്ട്രി. കുറച്ചും കൂടി എന്താ പറയുക, ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഇൻഡസ്ട്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചൂസിങ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ് ആക്ഷൻസ്. കുറേ ചോയ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ചോയ്സ് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. എംപ്ലോയിങ് എ പെനിട്രേഷൻ ഓർ ഡിസ്ട്രോയിങ് പ്രൈസ് സ്ട്രാറ്റജി. നമ്മൾ പെനിട്രേറ്റിംഗ് അല്ലെങ്കിൽ സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസിഷൻ യൂസ് വാലിഡ് ആണ് എന്ന് പറയണം. ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മളോട് എന്ത് ചോദിച്ചത്? വാലിഡ് ആണ്, നോട്ട് വാലിഡ് എന്നല്ല, വാലിഡ് ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഉണ്ട്. അതിൽ ഏതാണ് നമുക്ക് ഇതിൽ വരുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗിൽ വരുന്നത് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് വരുന്ന ഒരു കാര്യമാണ് എന്ത്? മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് പ്ലാനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് തീരുമാനിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ, ഏറ്റവും മാനേജ്മെന്റ് കീ ഫാക്ടർ മാത്രം എടുത്തിട്ട് അതിൻ്റെ ഡിസിഷൻസ് മേക്ക് ചെയ്യും. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി അവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാകും. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സെയിൽസ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിന് ആ കൺസ്ട്രെയിൻസിനെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. മേക്ക് ഓർ ബൈ ഡിസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് മെത്തേഡ് അല്ലേ, ചോയ്സസുകൾ കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിങ് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ഡിസിഷൻ, എന്ത് ചെയ്യണം? ഇത് വൈൻഡ് അപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണോ, അത് എന്ത് ചെയ്യണം? ഇത് മുന്നോട്ട് പോകണോ, കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിങ്ങിനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം ഏതാണ് അതിൽ വരാത്തത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്ഷൻ എ എന്താണ്? സ്പെഷ്യൽ ഓർ വൺ ഓഫ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തീരുമാനിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ദെൻ ഡിസൈഡിങ് വെദർ ടു മേക്ക് ഓർ ബൈ ഡിസ്റ്റൻസിങ് യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് appropriate technique because of application of more automation. നോക്ക്, ഇതെങ്ങനെ വരിക? ഇതൊരിക്കലും വരില്ല അല്ലേ, ഇത് മാർജിനൽ കോസ്റ്റിംഗ് തമ്മിൽ ഒരു ബന്ധമില്ല. ദെൻ അതുപോലെ തന്നെ ചൂസിങ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ് ചോയ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയിങ് എ പെനിട്രേഷൻ ആൻഡ് ഡിസ്ട്രോയിങ് എ പ്രൈസ് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ, ബി, പിന്നെ ഏതാണ്? ഡി ആൻഡ് ഇ ആണ് എന്താക്കുന്നത്? നമ്മളെ ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഡിസിഷൻ ചോയ്സ് ഫോർ വാലിഡ് ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്താക്കുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
നോക്കാം. ഇനി നമ്മൾ എന്താണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ വരുമ്പോൾ അതിൽ ഫോർമുലാസൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് അല്ലേ. എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ്, ബ്രേക്ക് ഈവൺ പോയിന്റ്, അതുപോലെ തന്നെ പിന്നെ PV റേഷ്യോസ്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ. കോസ്റ്റ് ഷീറ്റ് പഠിക്കണം. അതുപോലെ തന്നെ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റും കൂടി പ്രോഫിറ്റും കൂടി ഒക്കെ ബേസ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നമുക്ക് പ്രോബ്ലം ആയിട്ടും ചോദിക്കും. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. മാർജിൻ ഓഫ് സേഫ്റ്റി, ബ്രേക്ക് ഈവൺ പോയിന്റ്, PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ. ഇതിൽ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിൽ ഏതാണ്? ഓപ്ഷൻ ലിസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. എന്താണ്? പ്രോഫിറ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഏതാണ്? ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് ഏതാണ്? ഇക്വാലിറ്റി ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ളതാണ് തന്നുള്ളത്. ഇന്ന് ഏത് ചെയ്യണം? മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് ആദ്യം ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്? അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഓരോന്നും നമുക്ക് നോക്കാം. കോൺട്രിബ്യൂഷൻ എന്താ നോക്കാം, ബ്രേക്ക് ഇവൻ പോയിന്റ്, PV റേഷ്യോ എന്താ, മാർജിൻ ഓഫ് സേഫ്റ്റി എന്താ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺട്രിബ്യൂഷൻ. എന്താ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എന്ത്? മാർജിനൽ കോസ്റ്റിംഗ് ബേസ് ചെയ്യുന്ന പറഞ്ഞാൽ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റിനാണ് എന്ത് പറയുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ഓൺ മാർജിനൽ കോസ്റ്റിംഗിലുള്ള പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ കോസ്റ്റും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. കോൺട്രിബ്യൂഷൻ ആണ് മാർജിനൽ കോസ്റ്റിംഗിൽ പ്രോഫിറ്റ്. കാരണം മാർജിനൽ കോസ്റ്റിംഗ് ഏതിനാണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? വേരിയബിൾ കോസ്റ്റിനോടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആൾസോ നോൺ ആസ് കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എന്ന് കോൺട്രിബ്യൂഷൻ നമ്മൾ പറയുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഗ്രേറ്റർ ദാൻ ഫിക്സ്ഡ് കോസ്റ്റ്. എപ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാവുക? എപ്പോഴാണ് ഒരു ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാവുക? കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റിനേക്കാളും എന്ത് ചെയ്യണം? കൂടുതലായിരിക്കണം. അപ്പോൾ എന്തുണ്ടാവുള്ളൂ? കോൺട്രിബ്യൂഷന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. കോൺട്രിബ്യൂഷനാ ബേസ് ചെയ്തിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ എന്നുണ്ട്, ഈക്വാലിറ്റി കോൺട്രിബ്യൂഷൻ ആൻഡ് ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? PV റേഷ്യോ. എന്താണ്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് PV റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ PV റേഷ്യോ? PV റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷനാണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടും? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നും എന്താക്കും? നമ്മൾ കോൺട്രിബ്യൂഷനെ PV റേഷ്യോ ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കോൺട്രിബ്യൂഷൻ ഇങ്ങനെയും പറയാൻ പറ്റും. എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതാണ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 പറയാം. അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ BEP ആണ് തന്നു വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ BEP ഇൻറ്റു 100 എന്ന് പറയാം. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് എന്താക്കാൻ പറ്റും? നമുക്ക് PV റേഷ്യോനെ പറയാൻ പറ്റും. ഇനി ബ്രേക്ക് ഈവൺ പോയിന്റ്. എന്താ ബ്രേക്ക് ഈവൺ പോയിന്റ്? ദർ ഇസ് നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു പോയിന്റ് ആണ് എന്താക്കുന്നത്? ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് അല്ലേ, ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂക്കാണ് എന്ത് പറയുന്നത്? ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ നോ പ്രോഫിറ്റ് നോ ലോസ്. അവിടെ എന്തില്ല? ഒരു ലോസോ ഒരു പ്രോഫിറ്റോ ഇല്ലാത്ത ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ബിയോണ്ട്. ഇനി ഇഫ് സെയിൽസ് ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ BEP-നേക്കാളും മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനേക്കാളും ബിനേക്കാളും താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ആയി കഴിഞ്ഞാൽ അതെന്താണ്? ലോസ് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതാണ് ബ്രേക്ക് ഈവൺ പോയിന്റിന്റെ എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഒരു സെയിൽസ് എത്ര നടന്നു? ബ്രേക്ക് ഈവൻ പോയിന്റ് എവിടെ നിൽക്കുന്ന സെയിൽസ് എത്ര മാത്രം നടന്നു, അപ്പോൾ എത്രമാത്രം അവിടെ സേഫ്റ്റി ഉണ്ട് നോക്കുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് റിഫേഴ്സ് ടു ആസ് എ ഫിനാൻഷ്യൽ റേഷ്യോ മെഷർ ദ എമൗണ്ട് ഓഫ് സെയിൽസ് ദാറ്റ് ഹാവ് എക്സീഡ് ദ ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ മേലോട്ട് പോയ സെയിൽസ് എത്ര ഉണ്ട് എന്ന് നോക്കുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ദിസ് ഫിനാൻഷ്യൽ റേഷ്യോ ഇൻഡിക്കേറ്റ് ദ ആക്ച്വൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി വൺസ് ഇറ്റ് പേ ഫോർ ആൾ ദ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഒരു കമ്പനീസ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എത്രമാത്രം പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, ഇങ്ങനെ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടെന്നും കൂടി മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റിൻ്റെ ഒരു ഫോർമുലയാണ് എന്ത്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസിനും ബ്രേക്ക് ഈവൺ പോയിന്റ് സെയിൽസിനും എന്ത് പറയാൻ പറ്റും? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി ഒന്ന് എല്ലാതും നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പോയിന്റിനാണ് എന്ത് പറയുന്നത്? BEP എന്ന് പറയുന്നത്. എന്താ BEP?
നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു പോയിന്റ് ആണ് അല്ലേ. ഇവിടെ ലോസിന്റെ ടോട്ടൽ റവന്യൂവിന്റെ ഇതാണ് ഇത് പോകുന്നത്, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഈ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും എല്ലാ എന്താ പറയുക അവിടുത്തെ കോസ്റ്റും എല്ലാതും റിക്കവർ ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ് ആണ് BEP പോയിന്റ്. ഇവിടെ എന്തില്ല, ഒരു ലോസും ഇല്ല ഒരു പ്രോഫിറ്റും ഇല്ലാത്തൊരു ഘട്ടമാണ്. ഇനി ഇവിടെ നിന്ന് മേലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ സെയിൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, മാർജിൻ ഓഫ് സേഫ്റ്റി കൂടും. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? അപ്പോൾ ബ്രേക്ക് ഇവൺ പോയിന്റിൽ നിന്ന് ആക്ച്വൽ സെയിൽസ് എത്രയാണോ ആ ഒരു ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്, മാർജിനൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഇവൺ പോയിന്റ്, പ്ലാനഡ് ഔട്ട്പുട്ട് ഉള്ള ബേസ്, അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റും കൂടി കൂടിയിട്ടുള്ളതാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ദെൻ എന്താണ് ടോട്ടൽ റവന്യൂ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് എന്താക്കുന്നത് ഈ ഒരു മാർജിനൽ സേഫ്റ്റിൻ്റെ മെയിൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൽ വരുന്ന ഓപ്ഷൻസ് നോക്കാം. നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി. എന്താ മാർജിൻ ഓഫ് സേഫ്റ്റി? ഓപ്ഷൻ എ ആണ് അല്ലേ. എന്താ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റും ബേസ് ചെയ്ത് വരുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ പ്രോഫിറ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ് എന്താ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺട്രിബ്യൂഷനും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടിയിട്ടുള്ളതാണ് ഏത് വരുന്നത്, ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്താ ഓപ്ഷൻ സി PV റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ആണ് PV റേഷ്യോ. ഇനി എന്താ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ എന്താക്കുന്നത് ഇത്. അപ്പോൾ നമ്മൾ BEP എന്താ, മാർജിൻ ഓഫ് സേഫ്റ്റി എന്താ, PV റേഷ്യോ എന്താ, കോൺട്രിബ്യൂഷൻ എന്താ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇതിങ്ങനെയല്ല പ്രോബ്ലം ആയിട്ടും ഒക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഇതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എന്താ ഫോർമുലാസും കറക്റ്റായിട്ട് പഠിച്ച് പ്രോബ്ലം ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. ഇനി അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ്, ബ്രേക്ക് ഇവൺ പോയിന്റ് ഇസ് നോട്ട് എഫക്ട് വിത്ത് ദ ചേഞ്ച് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. ബ്രേക്ക് ഇവൺ പോയിന്റ് എഫക്ട് ചെയ്യാത്ത ഏതോ ഒന്ന് ഈ ഒരു ഓപ്ഷനിലുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സെയിൽ പ്രൈസ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ബ്രേക്ക് ഇവൺ പോയിന്റിനെ എഫക്റ്റ് ചെയ്യാത്ത, നോട്ട് എഫക്റ്റ്, അതിലെന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൺ പോയിന്റിനെ എഫക്റ്റ് ചെയ്യൂല. സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ്, ഒരു പ്രൈസ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് എന്തുണ്ട് അവിടെ വരുന്നുണ്ട് അല്ലേ. നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്, എത്ര നമ്പർ നമ്മൾ യൂണിറ്റ് സോൾഡ് ചെയ്തു, സെയിൽസ് എത്ര നടന്നു. അതുപോലെ തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്തുണ്ട് ബ്രേക്ക് ഇവൺ പോയിന്റിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താ ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് by PV റേഷ്യോ ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽ ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, സെയിൽസ്, അതുപോലെ തന്നെ എന്തുണ്ട് വേരിയബിൾ കോസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ഇവൺ പോയിന്റിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എഫക്ട് ചെയ്യാത്തത് എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്, എത്ര ക്വാണ്ടിറ്റി സോൾഡ് ചെയ്തു എന്നുണ്ടാക്കുന്നില്ല ബ്രേക്ക് ഇവൺ പോയിന്റ്. അപ്പോൾ ബ്രേക്ക് ഇവൺ പോയിന്റിന്റെ ഫോർമുലാസ് നമ്മൾ ക്ലിയർ ആക്കുക. അവിടെ ഏതൊക്കെ വരുന്നുണ്ട്, നമുക്ക് സെയിൽസ് പെർ യൂണിറ്റ് വരുന്നുണ്ട് അല്ലേ, സെയിൽസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ ആണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതില്ലാത്ത ഏതാണ്, നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ആണ് ബ്രേക്ക് ഇവൺ പോയിന്റിനെ എഫക്റ്റ് ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതും എന്തിലാണ് ഇതിൽ വരുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രീ ഡിറ്റർമിൻ ചെയ്യുക അല്ലേ. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമ്മൾ വെക്കുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എക്സ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്, ഐഡന്റിഫൈങ് വേരിയൻസ് ആൻഡ് കോസ് ഓഫ് വേരിയൻസ്, ഡിസ്പോസിംഗ് ദ വേരിയൻസ് ടു കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെന്റർ, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രീ ഡിറ്റർമൈൻ ചെയ്യാണ് അല്ലെ, പ്രീ ഡിറ്റർമൈൻ ഫിക്സ് ചെയ്യും. എന്നിട്ടോ വി ഷുഡ് കമ്പയർ ദ ആക്ച്വലും അതുപോലെ തന്നെ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവിടെ എത്രമാത്രം വേരിയൻസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുന്നത്. ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ് ആർ കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ദ മെയിൻ പർപ്പസ് ഓഫ് കൺട്രോൾ ദ കോസ്റ്റ് ബൈ അനലൈസിംഗ് ദ കോസ് ഓഫ് വേരിയൻസ്. നമ്മൾ എന്താണ് വേരിയൻസ് കണ്ടെത്തിയിട്ട് അത് എന്തുകൊണ്ട് കാരണങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ വേരിയൻസ് ആർ റിപ്പോർട്ടഡ് ടു ദ മാനേജ്മെന്റ് ഫോർ എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ ഏതാണ് ഇതാക്കുന്നത്, റെമഡിയൽ ആക്ഷൻസ് എടുക്കാൻ വേരിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്സ് നോക്കാം. എന്താ ആദ്യം വരിക, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റാബ്ലിഷ് ചെയ്യും.
സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യും. കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് വരും. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. പിന്നെ ആ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? ഒരു വേരിയൻസ് വരും. ആ വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കോസസ് അല്ലേ, കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കും. ഡിറ്റർമിനേഷൻ ഓഫ് കോസസ് നോക്കും. അതിനുശേഷം ആ ഡിസ്പൊസിഷൻ, ആ വേരിയൻസിൻ്റെ ഡിസ്പൊസിഷൻ എവിടെയെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിങ് നമ്മൾ എന്താക്കും? നടത്തും. അതാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കി നോക്കുക. ഇതിൻ്റെ ആൻസർ നോക്കി നോക്കുക. നിങ്ങൾ എങ്ങനെ വരിക? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യും? എക്സ്റ്റാബ്ലിഷ് ചെയ്യും അല്ലേ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എക്സ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ മെഷർ ചെയ്യും, ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം അല്ലേ? കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കമ്പയർ ചെയ്യും. ദെന്നോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് എന്താണ് അതിൻ്റെ വേരിയൻസ് നമ്മൾ കറക്റ്റാക്കിയിട്ട് മനസ്സിലാക്കും. അതിന് വേണ്ടി ഐഡൻറ്റിഫൈ ദ വേരിയൻസ് ആൻഡ് കോസ് ഓഫ് വേരിയൻസ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കും. അതിനുശേഷം ഡിസ്പോസിങ് ദ വേരിയൻസ് ടു കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെൻറ്റർ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യും. എവിടെയാണ് അതിൻ്റെ വേരിയൻസ് അത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പോൾ ഏതാ ഇതിൻ്റെ ഓപ്ഷൻ വരിക? 1, 2 പിന്നെന്താണ് 5, 3, 6 വരുന്ന ഓപ്ഷൻ എ ആണ് എന്താക്കുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അതിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ്, കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞ് അത് ബേസ് ചെയ്ത് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇനി അടുത്ത ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, താങ്ക് യു.